ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മന്ദാരഗിരി ഹിൽസാണ്. മന്ദാരഗിരി ഹിൽസ് ഈ കാണുന്നതാണ് നമ്മുടെ മന്ദാരഗിരി ഹിൽസ്. ഇത് തുംകൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജെയിൻ പിൽഗ്രിമേജ് സെൻ്ററാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ട്രക്കിങ്ങൊന്നുമല്ല, സ്റ്റെപ്സൊക്കെ കയറിയിട്ട് പോവാം. അല്ലെങ്കിൽ വണ്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിൽഗ്രിമേജ് സൈറ്റാണ് ഈ ജെയിൻ ടെമ്പിൾ. ഇവിടെയുള്ള മറ്റൊരു അട്രാക്ഷനാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൈദല ലേക്ക്. ആക്ച്വലി ഇത് കുറച്ച് നല്ലൊരു വലിയ ലേക്കാണ്. മന്ദാരഗിരി ഹിൽസ് വരുന്നവർക്കെല്ലാം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നല്ല കാറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റൊരു ലൊക്കേഷനാണ് ഈ മൈദല ലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ആക്ച്വലി നല്ല പ്യുവർ വാട്ടറാണ്. നമുക്ക് എന്താ പറയുക, കുറച്ച് ദൂരമൊക്കെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് നല്ലൊരു സെനിക് ബ്യൂട്ടിയാണ് ഈ മൈദല ലേക്ക്. ഒരു വൺ ഡേ ഔട്ടിങ്ങിനെ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണിത്. നമുക്ക് വണ്ടി ഓടിച്ചിട്ട് മന്ദാരഗിരി ഹിൽസിൻ്റെ മേലെ വരെ വരാൻ പറ്റും. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അത്യാവശ്യത്തിന് ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്, റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഈ ജെയിൻ ടെമ്പിൾ. നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് ഹൈറ്റേ ഉള്ളൂ. നമുക്കിങ്ങനെ നടന്ന് കയറി പോയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ അവർ ഹാൻഡ് ഗ്രിൽസൊക്കെ പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മേലെ കയറി കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഈ ലേക്കും അതുപോലെ തന്നെ ആ മൗണ്ടൻസൊക്കെ ഒരു നല്ല സിനിക് ബ്യൂട്ടിയാണ്. ഇവിടെ നമുക്ക് ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചുവും പിന്നെ അതുപോലെ തന്നെ ആൽമരവും പിന്നെ അതുപോലെ കുറേ അധികം സ്റ്റാച്യൂസും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണാനൊരു വെറൈറ്റിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള ഒരു ജെയിൻ ടെമ്പിളാണ്. അവിടുത്തെ കുറേ രൂപങ്ങളും അതൊക്കെ ആയിട്ട് നല്ലൊരു രസമായിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിളാണ് ഈ മന്ദാരഗിരി എന്ന് പറയുന്നത്. ഒന്നുമില്ല, പറ്റിക്കാണ്. അവിടെ നോക്കണ്ട, എവിടേക്ക് നോക്കിക്കോ, അവിടേക്ക് നോക്കണ്ട, ഇവിടേക്ക് നോക്കിക്കോ. കുട്ടാപ്പി ഒന്നും കണ്ടില്ലല്ലോ. ചാടിയിട്ടില്ല, കാലെടുത്ത് വെച്ച് നടക്ക്. നല്ല സ്പീഡിലാണല്ലോ കുട്ടാപ്പി നടക്കണേ. കുട്ടാപ്പി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൈദല ലേക്കിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ പറ്റുന്ന ഒരു നല്ല സ്പേസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് എടുക്കാനും കുറച്ച് ഈവനിങ് ഒക്കെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണിത്. നമ്മളൊരു ഈവനിങ്ങിൽ ഒരു 3 o'clock ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈദല ലേക്കും അതുപോലെ തന്നെ ജെയിൻ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് പോകാനുള്ള അത്യാവശ്യം നല്ലൊരു സമയം നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റായ കാരണം കൊണ്ട് ടെമ്പിൾ ഞങ്ങൾ വേഗം അടച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാണ്. ഇപ്പോൾ തന്നെ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇതിൻ്റെ താഴെ എന്താ പറയുക, ഒരു മയിൽപ്പീലിയുടെ ഒരു ആർക്കിടെക്ചറൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു അമ്പലം അവിടെയുണ്ട്, ജെയിൻ ടെമ്പിൾ. അതിൽ നമുക്ക് കയറി കാണാൻ പറ്റിയില്ല. നമ്മൾ പുറത്തുനിന്നാണ് അത് കണ്ടത്. പുറത്തുനിന്ന് തന്നെ നല്ല ഭംഗിയുണ്ട്, ഉള്ളിലും അതുപോലെ നല്ല ഭംഗിയുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പോയി കയറി കണ്ടവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.